ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിയിൽ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. ഞാൻ വിദ്യാധരൻ മാഷ്, മലയാളം അധ്യാപകനാണ്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മാതൃകാ അധ്യാപകൻ. നിങ്ങൾ വിചാരിക്കും ഈ മാഷിന് എന്താ ഇവിടെ കാര്യം? എൻ്റെ ഒരു പ്രിയ ശിഷ്യൻ മുസ്തഫ ഇവിടെ കാവൽക്കാരനായി ജോലി ചെയ്യും. അവനെ ഒന്ന് കാണുവാനും ചില ഉപദേശങ്ങൾ നൽകുവാനുമാണ് ഞാൻ ഇവിടെ വന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ പരിപാടിയിൽ ആംഗലേയ പദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ചില വർത്തമാനങ്ങൾ നടത്തുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് തിരുത്തി മലയാള ഭാഷാ പദങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ള കാര്യം കൂടി അവരെ അറിയിക്കുക എന്നതാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതിൽ നിന്നും മാറി ആംഗലേയ പദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ നൽകുന്നതാരോ അവർക്ക് ഈ ചൂരൽ കഷായമായിരിക്കും ശിക്ഷ. മാഷേ, ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ മാഷേ, മുസ്തഫ, ചേട്ടാ മാഷ്, ഇപ്പൊ ഞാൻ എന്തുവാ ഞാൻ തരണ്ടേ? സ്വന്തം അധ്യാപകനെ കയ്യോങ്ങി തല്ലാൻ ശ്രമിക്കുന്നോടാ. അയ്യോ, ഞാൻ മാഷെ തല്ലാൻ കയ്യോങ്ങിയല്ല, ഞാൻ സല്യൂട്ട് അടിച്ചാണ് ഞാൻ. നിന്നോട് ഞാൻ പഠിക്കുന്ന സമയത്തെ പറഞ്ഞു ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കരുത്, വന്ദനം ചെയ്യുക, അങ്ങനെ വേണം പറയാൻ. ശരി, ഞാൻ ഇനി വന്ദനം ചെയ്യുമെന്ന് പറയത്തുള്ളൂ. ഇനി മേലാൽ ഞാൻ മറ്റേ വാക്ക് ഉപയോഗിക്കില്ല. സോറി സാർ. ക്ഷമിക്കുക, അങ്ങനെ മാത്രം ഉച്ചരിക്കുക. കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു മുസ്തഫ? നന്നായിട്ട് പോകുന്നു സാർ. ഭാര്യ എന്ത് ചെയ്യുന്നു? വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു സാർ. ഭാര്യ രോഗപരിചാരിണിയാണ്, അങ്ങനെ പറയണം. ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കരുത്. ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ പോലെ തെറിയായി പോയി, എനിക്ക് അറിഞ്ഞൂടെ ഇത്. മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മക്കള് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അല്ല സാർ, അല്ല, പഠിക്കാൻ വിടുന്നില്ല സാർ. കുട്ടികളെ പഠിക്കാൻ വിടുന്ന അടിക്കില്ലേ. ഞാൻ പറയട്ടെ, വൈദ്യന്മാര് വിധി എഴുതി എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല സാർ. എന്റെ ഒരു ശിഷ്യന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ദുഃഖമുണ്ട്. എന്ത് ചെയ്യും? അല്ല, ഞാൻ എന്നെ അടിക്കാനാണോ സാർ ഇങ്ങോട്ട് വന്നത്? സാർ എന്ത് കാര്യത്തിനാണ് വന്നത്? ഞാൻ അതിനല്ല വന്നത്. പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന അവതാരകനെ കാണാനാണ്. വിനയ് കോട്ടയെ. വിനയ് കോട്ടയാ? അറിയില്ല? കിസ്മത്ത് എന്ന ചലനചിത്രത്തിൽ അഭിനയിച്ച നിയമപാലകനില്ലേ, വിനയ് കോട്ട. അയ്യോ, വിനയ് കോട്ടയല്ല സംഭവം. പുള്ളിയുടെ രൂപം വിനയ് കോട്ട പോലെ ഇരിക്കുകയാണെങ്കിലും പക്ഷെ വിനയ് കോട്ട എന്നല്ല, വിനയ് ഫോർട്ട് എന്നാണ്. ഈ പറഞ്ഞ രണ്ടാളും ഒന്നാണല്ലോ. പുള്ളി ഇപ്പൊ ആങ്കർ പിന്നെ അവതരിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ മാഷ് അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വരുമ്പോ സംസാരിക്കും. ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കും. മാഷ് 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 വരും, വന്നോ സാർ. അയ്യോ, പൊന്നു മാഷേ, വലിയ ഉപകാരമായി പോയി. Welcome to Comedy Super Night 2 powered by Chungat Jewelry. വിനയ് കോട്ട, നിർത്തൂ. നിങ്ങളാരാണ്? എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പോകുന്നത്? നിങ്ങളാരാണത്? ഹലോ, മനസ്സിലായില്ല. ആരാണ് ഇവരെ കയറ്റിവിട്ടത്? വിനയ് കോട്ട, ഇങ്ങോട്ട് നിൽക്കൂ. എന്താ കാര്യം? ഞാൻ മുസ്തഫയുടെ മാഷാണ്, മലയാളം അധ്യാപകൻ. മുസ്തഫയുടെ മാഷാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കരുതെന്ന് മുസ്തഫയോട് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങൾ ആംഗലേയ പദങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നു, അത് നിർത്തണം. അല്ല, ഞാൻ എന്താണ് ആംഗലേയ പദം ഉപയോഗിച്ചത്? നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞത്? കോമഡി സൂപ്പർ നൈറ്റ്. അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഇതെന്താണ്? തമാശ ഉഗ്രൻ രാത്രി 2, അങ്ങനെ വേണം പറയാൻ. തമാശ ഉഗ്രൻ രാത്രി 2, അങ്ങനെ പറയാം. പവേർഡ് ബൈ ചുങ്കത്ത് ജ്വല്ലറിയോ? അതുകൊണ്ട് ഒപ്പ സഹായം, ചുങ്കത്ത് സ്വർണ്ണക്കട, അങ്ങനെ വേണം പറയാൻ. ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടിയ അല്ലെങ്കിൽ കിട്ടുവടി. മുസ്തഫ, വിളിക്ക്, മുസ്തഫയെ വിളിക്ക്.
എന്തായിരുന്നു സാറേ? എന്താണ് അത് എന്നെ പഠിപ്പിച്ച മാഷ. ഞാൻ ഈ പരിപാടി ഒന്ന് അവതരിപ്പിക്കട്ടെ. അല്ല അവതരിപ്പിച്ചു, എനിക്ക് അടിമേടിച്ച് കൂട്ടാൻ മേലെ കൊണ്ട്. അതെ വേറൊന്നുമല്ല, മാഷ ആംഗലേയ പദം ഉപയോഗിക്കില്ല, ഞങ്ങളെ കൊണ്ട് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനിയോട്ട് ഉപയോഗിക്കത്തുമില്ല. മാഷേ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് ആംഗലേയ പദം ഉപയോഗിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇതാ നിങ്ങളുടെ തോന്നലാണ്. എന്താണ്? വിദേശികൾ നമ്മളെ കീഴ്പ്പെടുത്തിയിരുന്നു, അവർക്കെതിരെ പ്രതികരിക്കണം. ആംഗലേയ ഭാഷ നമ്മൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്റെ വായിൽ നിന്നും ഒരു ആംഗലേയ പദം വന്നാൽ മുസ്തഫയ്ക്ക് എന്നെ തല്ലാം, ഞാൻ മുസ്തഫയെ തല്ലിയല്ലോ. അയ്യോ അരുത് മാഷ, അത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അത് ദൈവത്തെ വിചാരിച്ച എന്റെ പൊന്നും മാഷ. അത് ഞാൻ അങ്ങനെ എന്റെ ഗുരുസ്ഥാനിയാണ്, ഞാൻ ഗുരുത്വം ഇല്ലായ്മ കാണിക്കില്ല, ഞാൻ കാണിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, മാഷ അങ്ങനെ ആംഗലേയ പദം ഉപയോഗിച്ചാൽ ഞാൻ എന്റെ നെഞ്ചത്ത് ഓരകിടി, ഓരോ വാക്കിനും ഓരകിടി ഞാൻ. മുസ്തഫ ആലോചിച്ച് ചെയ്യണം, ഇല്ല, ചെയ്യരുത്. ഒരു കുഴപ്പമില്ല, മാഷ് പറയത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, പറയില്ല. തുടങ്ങിയല്ലോ ഈ മലയാള വാക്കുകൾ കൊണ്ട് ഞാൻ അമ്മാനം പാടുന്നത്. ചോദിച്ചോളൂ. ഓക്കെ, മാഷ എങ്ങനെയാ പോകുന്നത്? ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്ന് ബസ് സ്റ്റോപ്പിൽ നോടാം, അത് ബസ് വരുമല്ലോ. ഓക്കെ, ജംഗ്ഷൻ കവല, പിന്നെ ബസ് സ്റ്റോപ്പ്, ബസ് നിർത്തുന്ന സ്ഥലം അല്ലേ? എന്താണത്? ഇടുക്കി മുസ്തഫ നേരത്തെ ആ അല്ലേ? രണ്ടായില്ലേ? ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല, ഞാൻ പോയേക്കാം. എനിക്ക് ബസ് കാശ് എന്നാ ഞാനങ്ങ് പോയേക്കാം. ബസ് കാശ്, ടിക്കറ്റിനുള്ള പൈസ. ടിക്കറ്റ്, യാത്ര അനുമതി ഷീട്ട്, ടിക്കറ്റ്, ഇടുക്കി. എന്റെ പൊന്നുമാട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? അയ്യോ, ഞാൻ എങ്ങനെ പോയി? എനിക്ക് കാശില്ല, ഞാൻ എങ്ങനെ പോയി? ഒരു കാര്യം നീ, ഞാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ വേണ്ട കാശൊന്നും ഇല്ല തരാനായിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഫാനുള്ള ഒരു റൂം താ എനിക്ക്. ഫാൻ പങ്ക, റൂം മുറി, ഇടി. നിങ്ങൾ തീരുമാനം ഉണ്ടാക്ക്, അല്ലെങ്കിൽ ഇനി ഇടിയുള്ളണ്ടോ വരും. എന്റെ സ്വഭാവം അറിഞ്ഞൂടെ, എന്റെ മഹാൻ സ്വഭാവം. ഇപ്പോഴും ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി. എടാ, സ്വന്തം അധ്യാപകനെ ഇറങ്ങിപ്പോവാൻ പറയുന്നു. എടാ, അങ്ങനെ പറയാൻ പാടില്ല. അധ്യാപകന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടില്ല. എന്നൊരു കാര്യം ചെയ്യ്, I say you get out. വീണ്ടും ഇംഗ്ലീഷ്. ഞാനും പറഞ്ഞു ഇംഗ്ലീഷ്. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര. അണ്ണോ, അണ്ണാ ഈ വണ്ടി ഒന്ന് ഇവിടെ കിടക്കുകയാണേ, ഈ വണ്ടി ഒന്ന് ഇവിടെ ഇട്ടോ. നീ പെട്രോൾ അടിക്കാൻ വന്നതല്ലേ? പെട്രോൾ പിന്നെ വന്നിട്ട് അടിക്കാല്ലോ, ഇവിടെ അല്ലേ കിടക്കുന്നത്. അതെ, എന്റെ മുതലാളി അതിനകത്തുണ്ട്. പുള്ളി 3-4 ദിവസം പരിപാടിയും കഴിഞ്ഞെല്ലാം വന്ന് നിൽക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യല്, ഇവിടെ ബഹളം വെക്കല്, ഇവിടെ കിടന്ന് കേട്ടല്ലോ. ഓ ഇല്ല, വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ടകേന്ന് വരാം കേട്ടോ. വന്നിട്ട് അടിക്കുമല്ലോ ഡീസല്. വന്നിട്ട് മൊത്തത്തിൽ അടിക്കും ഞാൻ. പോട്ടെ, പെട്ടെന്ന് പറഞ്ഞേ, വണ്ടി ഇവിടെ കിടക്ക, ഡിസ്റ്റർബ് ആണ്, പെട്ടെന്ന് വരണം. ഓക്കെ, സന്തോഷം. ഒരുത്തനെ ഞാൻ പണിക്ക് നിർത്തി, മണി 9 ഇതുവരെ അവനൊന്നും വന്നിട്ടില്ല. പമ്പൊക്കെ തുടങ്ങിയല്ലേ? എന്താ തുടങ്ങണ്ടായിരുന്നോ? അല്ല, തുടങ്ങണം, നല്ല കാര്യമാണ്. അല്ല, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ഞാൻ പമ്പ് തുടങ്ങിയത്? അല്ല, നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. വണ്ടി അവിടെ അല്ല, വണ്ടി ഇങ്ങോട്ട് നീക്കി വെക്കണ്ടേ? അത് ഞാൻ പെട്രോൾ അടിക്കാൻ വന്നൊന്നുമല്ല, ഇത് കണ്ടപ്പോ ഒന്ന് കയറിയതാ. ഇത് കണ്ടപ്പോ കയറിയതാണ്. ഈ ഏരിയയിൽ വേറെ പമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ണൻ ഇനി വെച്ചടി കയറ്റുമാരി. ഞാൻ കയറുകയും ചെയ്യും, ചിലപ്പോൾ ഇറങ്ങുകയും ചെയ്യും. ഒറ്റക്കല്ലാണ്? അല്ല, ഞാൻ കുടുംബക്കാരെ കൂടെ വിളിച്ചു ഇവിടെ നിർത്താം. ഇവിടെ നീ എന്തിനാ വന്നെന്ന് പറഞ്ഞു? നിനക്ക് പെട്രോൾ വേണ്ട, പിന്നെ എന്തിനാ നീ വന്നത്? അണ്ണാ, വേറെ പണിക്കാരൊന്നും ഇല്ലെന്നാ ഞാൻ ചോദിച്ചത്. പണിക്കാരുണ്ട്. ആര്? പുതിയ ഒരുത്തനെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അതാരാ? എടാ, നമ്മുടെ ആ തമ്പി ഇല്ലേ? ഏത്? ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടില്, കമ്പർട്ട് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പൈസ പിരിക്കുന്ന ആളില്ലേ? ആഹാ, നമ്മുടെ തുമ്പി തമ്പി. ആ തമ്പി 8 മണിക്ക് വരാൻ പറഞ്ഞതാ, 9 ആയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ളവനെയൊക്കെ ഞാൻ പണിക്ക് നിർത്തിയേക്കുന്നത്. പിന്നെ ആ ടോയ്ലറ്റിന് താക്കോലൊന്നും തരാം. ഏത് ടോയ്ലറ്റിന് താക്കോലോ? അതെന്തിന്? ഞാനൊന്ന് ബാത്റൂമിൽ പോണം, എനിക്ക് വിമ്മിഷ്ടം. വിമ്മ ഇഷ്ടമാണെങ്കിൽ പോയി ചായ വിമ്മ് കുടിച്ച്. വിമ്മ ഇഷ്ടമാണെങ്കിൽ വിമ്മ മേടിച്ചു. നീ ഇവിടെ അല്ല, ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് ഭയങ്കര വയറിന് സുഖമില്ലെന്ന്. വയറിന് സുഖമില്ലെങ്കിൽ ഇവിടാണോ വരുന്നത്? രാവിലെ ഐശ്വര്യമായിട്ട് തുറന്നു വെച്ചതുള്ളൂ, കൈനീട്ടം പോലും കിട്ടിയില്ല. അതിന് മുമ്പ് കക്കൂസി പോകാൻ വന്നേക്കുന്നു. തരത്തില്ല. അണ്ണാ, അങ്ങനെ പറയില്ല, അത്യാവശ്യമാണ്, എനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണെന്ന്. നീ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അപ്പുറത്ത് ആ പറമ്പിലോട്ട് പോയിരിക്കും. എന്നതാണ് പറഞ്ഞ ആൾക്കാരൊക്കെ കാണത്തില്ല. ഞാനൊക്കെ എവിടെയാ ഇരിക്കുന്നേ? അണ്ണാ, ഇത് പോരെ, ഇത് നന്നായിട്ട് ഇതിനകത്ത് ഞാൻ സമ്മതിക്കുകയല്ല. നിനക്ക് നിർബന്ധമാണ് അവിടെ പോയിരുന്നത്. ഈ ഹെൽമെറ്റ് ഇവിടെ വെച്ചോ. ഹെൽമെറ്റോ? ഹെൽമെറ്റ് ഇവിടെ വെക്കണ്ട. നീ അവിടെ പോയിരിക്കുമ്പോ നിന്റെ മുഖം ആരും തിരിച്ചറിയത്തില്ല. അത് നല്ല ഐഡിയ, ആളെ കാണാം. അയ്യോ, എടാ തമ്പി, നിന്നോട് എത്ര മണിക്ക് വരാനാ പറഞ്ഞത്? എന്നോട് 8:30.
എടാ നിന്നെ ഒരു പുതിയ ജോലിക്ക് നിന്നെ ഇങ്ങോട്ട് നിയമിച്ചല്ലേ? എടാ ഐശ്വര്യമായിട്ട് വരുന്ന ആ കറക്റ്റ് സമയത്തെങ്കിലും ആദ്യത്തെ ദിവസമെങ്കിലും ഒന്ന് പറഞ്ഞു വരുന്നുണ്ട്. കണ്ണി ചോരയിലത്തെ വർത്തമാനം പറയല്ലോ. എന്ത് എന്താന്നോ മുയല 16 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്ത സ്ഥാപനമുണ്ട്. അത് അടച്ചു പൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങി വന്നത്. അതിന്റെ വിഷമം എനിക്കുണ്ട്. പറച്ചില് കേട്ടാത്തതും ഗ്രന്ഥശാലയിലായിരുന്നു പണിയെന്ന്. എവിടാ പണിയെന്നറിയാവോ? ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കൺഫർട്ട് സ്റ്റേഷന്റെ ഫ്രണ്ട് ഇരുന്നുണ്ട് പൈസ പിരിവാ. അത് വിഷമമായി പോയത്. മുതലാളി ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്നും ഏതായാലും മുതലാളി ഒരു സംരംഭം തുടങ്ങുന്നു. അതെ, എനിക്ക് ഇവിടെ ഒരു ജോലിയാവുന്നു. ജോലി തന്നല്ലോ. അപ്പൊ ഇന്ന് തുടക്കം കുറിക്കുവാണ്. അതിനു വേണ്ടി ഞാൻ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ തേങ്ങ മേടിച്ച് 4 ആയിട്ട് ഉഴിഞ്ഞ് കൊണ്ടുവന്നേക്കുവാ. മുതലാളി എന്റെ തലയിൽ ഒരു 3 പ്രാവശ്യം ഉഴിഞ്ഞിട്ട് തല്ലി പൊട്ടിക്കണം. വെച്ചടി വെച്ചടി കേട്ടായിരിക്കും. അമ്മയ്ക്ക് വിവരമുണ്ട്, നിനക്കില്ലേലും. മുതലാളി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തുടങ്ങി. പമ്പേ പമ്പേ പാലാഴി പോലും നിനക്കു പിമ്പേ പമ്പേ പമ്പേ പാലാഴി പോലും പമ്പിനകത്ത് കർപ്പൂരം കത്തിച്ചോട്ടെ. വൃത്തികെട്ടവരാ. അയ്യോ എന്റെ പമ്പ് കത്തി. മുതലാളി ഇതെന്തോ ഈ കാണിച്ച മുതലാളി? എന്റെ പമ്പ് കത്തിക്കാനായിട്ട് അയ്യോ നീ കരുതിക്കുട്ടി വന്നാണോ നീ? പെട്രോൾ പമ്പിൽ ആരെങ്കിലും തീ കൊണ്ട് കളിക്കൂടാ? അയ്യോ അമ്മ ജപിച്ചെന്ന തേങ്ങയല്ലേ ഇത്? അവന്റെ അമ്മയുടെ തേങ്ങ, എന്റെ അമ്മയുടെ തേങ്ങ. മുതലാളി എന്നാ പണിയാ കാണിച്ചത്? എന്ത്? എന്റെ അമ്മ ഒഴിഞ്ഞു വന്ന തേങ്ങയല്ലേ മുതലാളി എടുത്തറിഞ്ഞത്? പെട്രോൾ പമ്പിലാണോ തീ വെച്ച് കളിക്കുന്നത്? വൃത്തികെട്ടവനെ. എനിക്കൊരു മേശം കസേരയും തരുമോ? ഞാൻ ഇവിടെ ഇരുന്നോളാം. നിന്നോട് അവിടെ ഇരിക്കാനാണ് തന്നെ വിളിച്ചത്. തന്നെ ഇവിടെ ഇരിക്കാനല്ലേ വിളിച്ചത്? നന്നായിട്ട് പോയി, സൂപ്പറായിട്ട് പോയി. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. എടാ നിന്റെ തലേ തീ. തലേ തീയോ? തലയിലല്ലായിരുന്നു, വയറ്റിനകത്തായിരുന്നു തീ. അത് പോയപ്പോഴാ സമാധാനമായത്. അതല്ല നിന്റെ തലേ തീയെന്ന്. അയ്യോ തലേ തീയെന്ന് നോക്ക്. എങ്ങോട്ടാന്ന് വെച്ചപ്പോ മുതലാളി കൊണ്ട് തീയറിഞ്ഞ അവന്റെ തലയിലായിരുന്നോ? ആരത്? നേരെ വായില്ല കുന്നില്ല വായില്ലേ? കെട്ടടിക്കണോ? അത് ശരി. അവനെ കൊണ്ട് വിളിക്കാൻ മുറുക്ക് കഴിഞ്ഞിട്ട് വന്നേക്കുവാ. എടാ അപ്പുറത്തെ പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തേങ്ങ കറിച്ചിട്ട് കൃത്യമായിട്ട് വാക്കിട്ട് തന്നെ എറിഞ്ഞു വിളിച്ചറിയാവോ? മുതലാളി നല്ല ഉന്നം. നീ അല്ലേ എപ്പോഴും പറഞ്ഞത് എനിക്ക് ഉന്നമില്ലെന്ന്? രണ്ടുപേരുടെ ഉന്നം പറഞ്ഞത് എന്നെ പറഞ്ഞ പൊന്നിങ്ങിനാക്കള് കളിക്കുവാണോ? ആരുടെ എറിഞ്ഞത്? തേങ്ങ എറിഞ്ഞതാരാ? ഞാൻ അറിഞ്ഞ. എന്റെ ഈ പല്ല് കൊണ്ടോ 6 പല്ല് 6 പല്ല് ഏറ് കൊണ്ടിട്ട് കിടന്ന് ആടുവാ. ആടുന്ന കണ്ടോ? കണ്ടു. താനെന്താ കോക്കറി കുത്തുന്നത്? കോക്കറി കുത്തിയതല്ല, എന്റെ പല്ല് കിടന്ന് ആടുന്ന കണ്ടോ? ഭയങ്കര ആട്ടവാ പല്ല്. നല്ല ആട്ടമാണ്. ആട്ടവാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും അമ്പല കമ്മിറ്റിക്കാരെ ചെന്ന് കാണ്. അവര് ആട്ടത്തിന്റെ പരിപാടി തരും. കളിയാക്കുവാണല്ലേ? എന്റെ കളിയാക്കുവാ. ഞാൻ നല്ല കഥകൾ നടന്ന നന്നായിട്ട് ആടുകയും ചെയ്യും. ഞാൻ ഇന്നിവിടെ കീചകവധം ആടാൻ പോവാ. കീചകവധം. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ ഒറ്റൊരുത്തനാണ് ഈ ആപത്തെല്ലാം വരുത്തി. അവന്റെ അമ്മയുടെ ഒരു തേങ്ങായും കൊണ്ട് വന്നേക്കുന്നു. മുതലാളി മുതലാളി എനിക്കൊരു കസേരയും മേശം തന്നെ ഞാൻ അവിടെ ഇരുന്നോളാം. നിനക്കെന്താ പ്രാന്താണോ? നീ പമ്പിൽ നിൽക്കാനല്ലേ നിന്നെ വരുത്തിയത്?
ഈ കക്കൂസിന്റെ വണ്ടി ഇതിന് മാത്രം നിനക്ക് എന്താ ഇരിക്കുന്നത് അവിടെ പോയിരിക്കാൻ? മുതലാളി എന്താടോ ഈ വണ്ടി മാറ്റണ്ടേ? ഏത് വണ്ടി? ഈ ബൈക്ക് മാറ്റണ്ടേ? മറ്റുള്ള വണ്ടിക്ക് കയറി വരണ്ടേ? പറഞ്ഞ പോലെ ഇത് അവൻ കൊണ്ടുപോയില്ലയോ? ആര്യത്? പമ്പ് കത്തിക്കാൻ മുന്നില്ലേ ഒരുത്തൻ? അയ്യോ, അവന്റെ എടുത്ത് മാറ്റത് മറ്റേ വരുന്നു മനസ്സിലായി മെനക്കെടുത്താനായിട്ട് പ്രാന്ത് പിടിപ്പിക്കാനാണ് ഓരോരുത്തർ കയറി വരും. എന്ത് എന്റെ കഷ്ടകാലത്തിന് ഇത് തുടങ്ങിയതാ കേട്ടോ. അയ്യോ എന്തൊരു കഷ്ടം നോക്കണേ ഭഗവാനേ. കരയല്ലേ? എടാ, പോടാ അവിടുന്ന്. അടയല്ല. ശബ്ദം കേൾക്കണേ. ആംബുലൻസ് തന്നെ ശബ്ദം. അത് ആംബുലൻസ് ഒന്നുമല്ല, ഫയർഫോഴ്സാ. ഫയർഫോഴ്സാ? ആ അതിനെ പറ്റി ആ ഒരുത്തൻ തലയിൽ തീയും കത്തിച്ചോണ്ട് വൈക്കോൽ വണ്ടിക്ക് എടുത്ത് ചാടി. ആ മുഴുവൻ കത്തി. ഇങ്ങോട്ട് എന്താണ് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫയർഫോഴ്സ് അവരുടെ. ആണോ അല്ലേ? നീ എന്നടാ നീ? അതാ മറ്റവനായിരിക്കും. അയ്യോ, ഈ ഒറ്റൊരുത്തൻ കാരണം ഈ നാട് മുഴുവൻ നിന്ന് കത്തുവാ കേട്ടോ. അവന്റെ അമ്മയുടെ ഒരു തേങ്ങ ഞാൻ കൊണ്ട് വിട്ടേക്കോ ഇവിടെ. മനുഷ്യനും കാണുമ്പോ എനിക്ക് കലിയാത്. എത്ര ഒരു 50 റുപ്യ പെട്രോൾ അടിയണി. 50 ഉറുപ്പിക്കോ? എന്താ 50 റുപ്യ നിങ്ങൾ അടിക്കൂലേ? 50 ഉറുപ്പിക അടിക്കും. ആ പിന്നെന്തിനാ നിങ്ങൾ 50 റുപ്യ ചോദിക്കണേ? അത് നീ എന്നാടാ നോക്കി പഠിക്കണ ചുപ്പാണ്ടി തലയാ? നോക്കി നിങ്ങളിന്നെ ചുപ്പാണ്ടി വിളിച്ചാൽ ഞങ്ങളെ കൊരങ്ങാന്ന് വിളിക്കൂട്ടോ. കൊരങ്ങാന്ന് വിളിക്കുന്നോ? ആ എന്താ ആ മുതലാളി ഒരു കാര്യം, പെട്രോൾ അടിക്കാൻ പറ്റത്തില്ല. അതിന്റെ പെട്രോൾ അടിക്കാൻ നിന്റെ ഇവിടെ കാണാൻ കൊണ്ടിടത്തേക്ക് നിനക്ക് പെട്രോൾ അടിച്ചുകൂടെ? അതല്ല രാധ വരണ്ടേ? രാധ പറയാ ഇവിടെ എന്തോ ഹർത്താലാണോ? അതല്ലല്ലോ, ഇവിടെ പെട്രോൾ അടിക്കാണ്ട് എന്റെ രാധ വരണ്ടേ? നിന്റെ രാധയോ? പിന്നെ പൈസ കൊടുക്കുന്ന ആരടാ? മുതലാളി. അപ്പൊ പിന്നെ നിന്റെ എങ്ങനെയാണ് നിന്റെ രാധയാകുന്നത്? എങ്ങനെയാണ്? മുതലാളി വേറെ സ്ഥലത്ത് ഇരുന്ന പെണ്ണിന്റെ അല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതെന്ന്. അപ്പൊ എന്റെ അല്ലേ അത്? നീ വിളിച്ചെന്നും പറഞ്ഞ അതെങ്ങനെയാണ് നിന്റെ ആവുന്നത്? ഇവിടെ ഞാനല്ലേ പൈസ കൊടുക്കേണ്ടത്. അപ്പൊ മുതലാളികൾ വേണം. ആ രാധ എന്റെ രാധ? അത് പറയാ എന്റെ രാധയാണ്. രാധകളെ വന്നാലേ കാര്യം നടക്കുള്ളൂ. ഒരുമാതിരി രാധാകൃഷ്ണൻ കളി കളിക്കാതെ നിങ്ങൾ മര്യാദക്ക് പെട്രോൾ അടിച്ചു. എനിക്ക് പെരെ പോകാനുള്ള എടാ രാധ വരട്ടടാ. രാധ വരണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പെട്രോൾ അടിച്ചെന്നാ പോരെ? രാധ ഉണ്ടാക്കാൻ നടക്കണേ. വരട്ടെ. എന്റെ രാധ വരുന്നുണ്ട്. എന്റെ രാധ നീ എന്നാ താമസിച്ചേ? എനിക്ക് പിള്ളേരെ സ്കൂളിൽ വിടണമായിരുന്നു. പിന്നെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ചേട്ടൻ അറിയാതെയാണോ പോന്നെ? ഞാൻ അന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ എന്റെ പിള്ളേരുടെ സ്കൂൾ വണ്ടി വരാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന്. എന്റെ രാധ ഞാൻ പറഞ്ഞ കേക്ക്. അതെ ഇത് ഇപ്പോഴാണോ നിങ്ങൾ ജോലിക്ക് വരുന്നത്? ഇവിടെ എത്ര മണിക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞു. 8 മണിക്ക് വരണ്ടല്ലേ? അത് 9:30 നിങ്ങൾ. മുതലാളി ഒരു കാര്യം പറഞ്ഞാൽ എന്റെ രാധയോട് ചൂടാവരുത്. നിന്റെ രാധ? അല്ല മുതലാളിയുടെ കൂടെ രാധ ചൂടാകല്ലോ. ഞാൻ ചൂടാകും. കറക്റ്റ് സമയത്ത് വന്നില്ല പിന്നെ ഞാൻ ചൂടാകണ്ടേ? ഡ്യൂട്ടി തുടങ്ങുമല്ലേ? എത്ര നേരമായിട്ട് അവർ വന്നിരിക്കുന്നത്? അവർ പെട്രോൾ അടിച്ചു കൊടുക്കുന്നു. വലതുകാലം വെച്ച് കയറി. എന്തോ ഇവിടെ പൊറുക്കാൻ വന്നാണോ വലതാള് വെച്ച്? 50 രൂപയ്ക്കല്ലേ 50 രൂപയ്ക്ക് എന്തിനാ ഓലയിട്ടുള്ളത്? പെട്രോള്? പെട്രോൾ രാധ എങ്ങനെയുണ്ട് പരിപാടി? ഇല്ലെങ്കിൽ മാറിപ്പോവും. അത് ശരി, മനസ്സിലായോ? നമ്മളെങ്ങാനും ഡീസൽ തന്നെ അടിച്ചു കൊടുത്ത ഇവനൊക്കെ വെച്ചേക്കും എന്നെ. അതിന്റെ പേരിൽ കൊണ്ടുവന്ന് അങ്ങനെ പറയണല്ലേ? അങ്ങനെ പറയണം. പെട്രോൾ കൊടുക്കൂല പറ്റിച്ചിട്ടാ. ചായ 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 കടി വല്ല വേണോ? ചായയും കടി ചായയും കടി. എന്താണ് അവക്ക് കടി വേണമെന്ന ചായയും കടിയും. ഇപ്പൊ വന്നു കയറിയില്ല, അതിനു മുമ്പ് ചായയും കടിയും ഇങ്ങോട്ട് വെച്ചുണ്ടാക്കിക്കോട്. കുറച്ച് കഴിഞ്ഞ് തരാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഇതങ്ങോട്ട് എടുത്തിട്ട് ഇതിന്റെ അറ്റത്ത് കടിച്ചോണ്ടിരിക്കാൻ തമ്പിയേ നീ ഇങ്ങോട്ട് പറയടാ. ഞാൻ ഇങ്ങോട്ട് പറയും. ചേട്ടൻ പമ്പെടുത്ത് ആണല്ലേ? എന്നായിരിക്കട്ടെ. കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടോ? നമ്മൾ മീൻ കച്ചവടം ആണല്ലേ തമ്പി? അതാണ്ട് എന്റെ പിന്നെ മീനും വണ്ടി അവിടെ കിടക്കുക കേട്ടോ. അതിന്റെ വണ്ടി അവിടെ ഇട്ടേക്കുന്ന പെട്രോൾ അടിക്കണ്ടേ? അല്ല പെട്രോൾ അടിക്കണ്ട മീൻ. ഞാൻ വയറ്റിനൊരു ചെറിയ വിഷയം അങ്ങനെ കയറാൻ വന്നത്. സർവ്വ ആൾക്കാർക്ക് ഇപ്പൊ വയറ്റിന് വിഷയമാണല്ലോ. തമ്പി നോക്കണം കേട്ടോ, എന്റെ മീനും വണ്ടി ദോ കിടക്കുന്നുണ്ടോ? പെട്ടി അടക്കം കിടക്കുന്നുണ്ടോ? അതാണോ മീൻ വണ്ടി? ആ ഒരു പെട്ടി ഈച്ചയായിട്ട് വന്ന് കിടക്കോ? ഈച്ച? എന്റെ മീനാന്ന്. അത് മീനും വണ്ടിയാന്ന്. മീനും വണ്ടി മീൻ കണ്ട അറിയത്തില്ല. അത് നോക്കണേ ചുമ്മാ. ഞാൻ പറഞ്ഞില്ലേ മുതലാളി, ഞാൻ ഇവിടെ ഒരു കസാര മേശയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. കസേര മേടിച്ചിട്ടുണ്ട്. താനൊക്കെ ഒരു അന്തസ്സോട് ഇതുള്ള പണിയല്ലേ, നല്ല പൈസ കിട്ടിക്കൊണ്ടിരുന്ന പണിയാ ഇത്. എല്ലാവരും വന്ന് പെട്രോൾ അടിക്കണില്ല. വന്നായിരുന്നു. ഒരാള് ബൈക്കിന് പെട്രോൾ അടിച്ചിട്ട് പോയി. ഇതിലാട്ടോ ഒറ്റ മനുഷ്യൻ വന്നിട്ട്. വണ്ടി തുടക്കാൻ വന്ന അല്ലേ? രാവിലെ മതി വണ്ടി പഠിച്ച് കിടക്കണം. താനെന്തേ കാണിക്കുന്നേ? വണ്ടി കഴിയുന്നു. ഇവിടെ ഇട്ടാണോ വണ്ടി കഴുകുന്നത്? എന്നാ ഇവിടെ ഇട്ട് വണ്ടി ഇട്ട് ഞാൻ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പൊക്കോളാം. കഷ്ടമാണ്. രാവിലെ തൊട്ട് ഇവിടെ ഈ പെട്രോൾ പമ്പിന്റെ വണ്ടി കൊണ്ടുവന്ന് ബ്ലോക്ക് ആക്കി ഇട്ടിട്ട്
എന്റെ മുണ്ടൻ പെട്രോൾ അടിക്കാമെന്നും പറഞ്ഞിട്ട് എന്തൊരു കഷ്ടം. ഇപ്പൊ വണ്ടി മുണ്ടൻ ഇവിടെ കിടന്ന് എന്റെ മുണ്ട് ഞാനെടുത്തോ? എടാ മീൻ കച്ചവടത്തിന് പോലെ മീൻ കിടന്ന് ചീഞ്ഞു പോകുന്നു. പിന്നെ എന്റെ ക്ഷീണം വീണാതെ അവർക്ക് ചീഞ്ഞ് നാറാറായി. എന്നാ തമാശ കളിക്കാൻ എനിക്ക് മീൻ കച്ചവടത്തിന് വേണ്ട മുണ്ടും കാണണം. ഞാനെന്ത് ചെയ്യാനാന്ന്? എടാ ഇവിടെ കിടന്ന് മുണ്ട് താഴെ എന്നെ കളിയാക്കാതെ. എന്റെ അനിയാ മുണ്ട് ഞങ്ങൾ എവിടെ നിർത്തി തരാനായത്? നീ ആ കളത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരും. ഉണ്ടാക്കി പിന്നെ നിന്റെ കാലി പിടിക്കുമോ ഞാൻ? അല്ലാതെ എനിക്ക് മീൻ കച്ചവടത്തിന് പോകണം. നിന്റെ മുണ്ട് ഇതാടാ. അപ്പൊ അത് ഐശ്വര്യമായിട്ട് ഒരു 100 രൂപയ്ക്ക് ഡീസൽ അടിച്ചേ. 100 രൂപയ്ക്കോ? 100 രൂപയ്ക്ക് മതിയോ? പിന്നെ 2-3 മണിക്കൂർ വണ്ടിയുടെ പമ്പിന്റെ വണ്ടി കൊണ്ട് ബ്ലോക്ക് ആക്കി ഇട്ടിട്ട് 100 രൂപയ്ക്ക് മതിയോ? 100 രൂപയ്ക്ക് മതിയെന്ന്. ചില്ലറയില്ലെന്നോ? പിന്നെന്തിനാ ഇത് വെച്ചോണ്ടിരിക്കുന്നത്? പമ്പ് നടത്താൻ ചില്ലറ കൊടുക്കാനാണോ? തിരിച്ചു കൊടുത്താൽ അവൻ വേറെ എവിടെ പോയി അടിക്കട്ടെ. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇതിനകത്തൊരു VIP ആയിരിക്കുന്നത്. അതാ VIP ആ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. ചില്ലറ ഇങ്ങനെ. എന്റെ മുതലാളി ആരാന്നറിയാവോ? ഇല്ല. എന്റെ മുതലാളിനെ ഒന്ന് കാണ്. ആ കാണാൻ. കബാലിഡ മകിഴ്ചി. ഇതോടെ തനി കാണിക്കുന്നു. പമ്പാണെന്ന് രാത്രി കാണിക്കുന്ന സെൽഫി എടുക്കാനും വരുമോ? ആഹാ, സെൽഫി എടുക്കുവാണ്. ഞാൻ പറഞ്ഞു അണ്ണ എന്റെ ഫോട്ടോ കൂടെ ഒന്ന് മാറിക്കട. അണ്ണ ഞാൻ എന്റെ കെട്ടിയാനോട് ചോദിച്ചിട്ടേ അണ്ണന്റെ നായികയായിട്ട് വരാവേ. എടുത്ത് ചെറുക്കാൻ മാറണം. നായകന്റെ നായികയുടെ ഫോട്ടോ എടുക്കട്ടെ. എടുത്തോണ്ണ. ഏത് കായിക? കിട്ടിയോ? കിട്ടിയല്ലേ? ആ കിട്ടി. അല്ല കിട്ടി. അപ്പൊ ഞാൻ കച്ചവടത്തിന് പോട്ടെ അങ്ങോട്ട്. ഞാൻ മുണ്ടെടുത്ത് മാറ്റിയെന്നല്ല ആരാളിയാ? പിന്നെ ഞാനോ? ഒക്ടോബർ 5 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. എവിടെ? ഇയാള് പണിമുടക്കിയാ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? വീട്ടുകാരനുഭവിക്കും. അതല്ല തമിഴ്പടങ്ങളിൽ മറുകു വെച്ച് കിട്ടി, മീശ മുറുകിയിട്ട് ലുങ്കി കെട്ടിക്കിട്ട് നമ്പിയാർ. ഞാനാന്നേ തമ്പി. 25 வருஷங்களுக்கு முன்னாடி கபாலி எப்படி போனாலும் அப்படியே திரும்பி வந்துட்டான்னு சொல்லு. കപാലിട. കപാലിയുടെ ആരുമല്ല, പിന്നെ ഞാൻ മിമിക്രി കളിക്കണ സിക്ക് തജുവാദേ. നിനക്കെന്താണ് ഇവിടെ കാര്യം? അല്ലാന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്ന് നമ്മൾ സിസർ വലിക്കണോണ്ടേ വീട്ടിൽ കേട്ടില്ലാന്ന്. അപ്പൊ ഇവിടെ കിടന്ന് വലിക്കാന്ന് വലിച്ചിട്ടാണ് പോയാൽ മതി. പമ്പിനകത്ത് സിഗരറ്റ് വലിക്കാൻ പമ്പിൽ സിഗരറ്റ് വലിക്കാൻ വന്നിരിക്കുന്നു. വേറെ എങ്ങനെ അവർ കണ്ടില്ല. അവന്റെ ചിക്കട വലിയ വണ്ടിയിൽ പവറും കാണിച്ചു വന്നേക്കാ. 100 രൂപ ഡീസൽ അടിക്കാൻ. വലിയൊരു മുതലാളി വന്നേക്കുന്നു 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ. ഇവിടെ ഒന്ന് തമ്പി ഇവിടെ പോയി. തമ്പി തമ്പി എടാ പെട്രോൾ അടിക്കാൻ വണ്ടി വന്നപ്പോ മരുന്ന് ഇവിടെ പോയി കിടക്കുന്നു. ഹലോ, പെട്രോൾ ഉണ്ടോ? പിന്നെ ഇവിടെ ചാരായ വേണോ വിൽക്കുന്നത്? ഇത് പമ്പല്ലേ, പെട്രോൾ ഉണ്ട്. ആ പെട്രോൾ അടിക്കണം. ഒരു 5 രൂപയ്ക്ക് നിറച്ചടിച്ചേ. എത്ര രൂപയ്ക്ക്? 5 രൂപയ്ക്ക്. 5 രൂപയ്ക്കൊന്നും ഇവിടെ പെട്രോൾ ഇല്ല. ആര് പറഞ്ഞു? അവിടെ ഗൾഫിലൊക്കെ 5 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്രോൾ കിട്ടുമല്ലോ. നിറച്ചടിക്കാൻ ചെയ്യും. ബാക്കിയുള്ളത് ഞാൻ കന്യാസിലാണ് കൊണ്ടുപോകണത്. പിന്നെ ഇവിടെ മാത്രം എന്തായാലും ഹരിയാതൊക്കെ 5 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. 5 രൂപയ്ക്ക് പെട്രോൾ തരാം തരാം തരാം. തുറന്നു പിടിക്കും. അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് അടച്ചേക്കണം. ആ എനിക്കറിയാം. അല്ലെ കാറ്റ് പിടിക്കും. ഗൾഫിൽ നിന്നാണ് എണ്ണ കൊണ്ടുവന്നത്. അതുപോലെ ഇവിടെയൊക്കെ വേണം. ഇതെന്നാ ഇത്? അത് മതി. 5 രൂപയ്ക്കുള്ള പെട്രോൾ അല്ലേ ഇതന്നെ? ഇതേ ഉള്ളോ? അത് മാത്രമല്ല ഇതൂറുണ്ട്. ഇത് നിന്റെ ഗണിപ്പല്ല. ഇത് നിനക്ക് 5 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വന്നേക്കുന്നു. ഇപ്പൊ കറക്റ്റ്. ഇല്ലെങ്കിൽ ഇത് പമ്പ് തുടങ്ങിയ പിന്നെ കക്കൂസി പോകാനുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഒരു തുള്ളി പെട്രോൾ ഇതുവരെ വിട്ടിട്ടില്ല. എടാ തമ്പിയേ, തമ്പി ഇത് എവിടെ പോയി കിടക്കുന്നു? അതെ, എന്നാ കാര്യം? എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. നമുക്കൊരു 2 മുറി അടുക്കളയുള്ള ഒരു വീട് വെക്കണം. എന്നിട്ട് മേളിലത്തെ നില അങ്ങോട്ട് ഫ്ലാറ്റ് ആക്കി ഇട്ടിട്ട് നമുക്ക് ആ വെള്ളത്തെ നിലയിൽ ഈ മുതലാളിയെക്കാളും വലിയൊരു പെട്രോൾ പമ്പ് പണിയണം. പ്രാന്തി, 2ാം നിലയിലേക്ക് വണ്ടി കയറുകൂടി. അയ്യോ അണ്ണാ, ഞാൻ അത് മറന്നുപോയി. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ഇടാം. പിന്നെ എന്നിട്ട് നമുക്കുണ്ടല്ലോ. ഹലോ ഹലോ, ആരാ? രാധയും കൃഷ്ണനും ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാലും. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. അയ്യോ അയ്യോ, നിനക്ക് പ്രേമിക്കാനാണോ ഞാൻ പെട്രോൾ പമ്പ് ഉണ്ടാക്കിട്ടേക്കുന്നത്? നിനക്ക് പൈസ തരുന്നത് ഞാനിത് ഇതിനകത്ത് കയറി പ്രേമിക്കാനാണോ? അതാ അണ്ണ
കണ്ണം പറഞ്ഞ ഏത് കണ്ണൻ? മുതലാളി മുതലാളി വേണമെങ്കിൽ പറഞ്ഞാലും കയറി പൊന്നുകളെ ഞാൻ പറഞ്ഞ കേട്ടോ. എന്തോ ഒരു കഷ്ടകാലത്തിലാണ് ഇതെനിക്ക് തുടങ്ങാൻ ഞാൻ. എന്റെ ദൈവമേ. ഹലോ എക്സ്ക്യൂസ് മീ ഇത് പറ്റിയ തലവേദനയുണ്ടോ? തലവേദന ആയിട്ടിരിക്കുക. ഇതിന്റെ മുതലാളി മുതലാളി ഞാനാ. ആ, ആ ഹതഭാഗ്യം ഞാനാണ്. ഞാനിവിടെ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന തമ്പി. തമ്പി ആയിക്കോട്ടെ. മുതലാളിയും തമ്പിയും ഒന്ന് വരും. ഒരു ഒപ്പിട്ട് നേരെ ഒപ്പിടാനോ? ആ ഒപ്പിട്. എന്തിന്? ഞാൻ ഇന്ത്യൻ ഓയിൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഓഫീസറാണ്. അതിന്? ഒന്ന് ഒപ്പിടൂ. ഞാൻ എന്താണ് ഒപ്പിടുന്നത്? അത് നിങ്ങൾ ഇവിടെ നിന്ന് ഒരുത്തന്റെ തലയില് തീ കത്തിച്ച് പുറത്തോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. ഇത് ഞങ്ങൾ കത്തിച്ചതല്ല, അതറിയാതെ സംഭവിച്ചാണ്. സംഭവിച്ചതാ? എന്നാൽ അവന്റെ മൊഴി എന്ന് പറയുന്നത് അവന്റെ നിങ്ങൾ കത്തിച്ചു വിട്ടുന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവൻ വന്ന് നേരെ കച്ചിലോറി കയറി, കച്ചിലോറിയും കത്തിപ്പോയി, അടുത്തുള്ള 7 വീടും കത്തി നശിച്ചിരിക്കുക. അവന്റെ മൊഴി പ്രകാരം നിങ്ങൾക്ക് ഈ പെട്രോൾ പമ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മേളിൽ നിന്ന് ഉത്തരവ് വരുന്നവരെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കരുത്. മുതലാളി നമ്മള് പറഞ്ഞ പോലെ ഇത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. അയ്യോ ഭയങ്കര രസമുണ്ട്. അപ്പൊ ഓക്കെ, ഇപ്പൊ കൂട്ടി കെട്ടിക്കോണം. ഓക്കെ മുതലാളി പേടിക്കല്ലേ, നമുക്ക് വീണ്ടും തുറക്കാന്നേ. പുള്ളി പോയി കഴിയുമ്പോ തുറക്കാലോ. സാറ് പോയി കഴിയുമ്പോ ഞങ്ങൾക്ക് തുറക്കാലോ. അല്ലേ, എന്നെ കണ്ടിട്ടേ ഇത്ര പൊക്കം കുറഞ്ഞൊരു കുള്ളൻ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയുള്ള വലിയ ഓഫീസറാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ തുറക്കാൻ ശ്രമിച്ചാൽ ആഴ്ചയുടെ ജപിക്കല് പറയും കേട്ടോ. പക്ഷെ കരയല്ലേ മുതലാളി? പിന്നെ കരയാതെ. ഇന്നലെ ഉദ്ഘാടനം ചെയ്തു, ഇന്ന് പൂട്ടുന്നു. എന്റെ ദൈവമേ. മുതലാളി, നമുക്ക് പമ്പല്ലേ പൂട്ടാൻ പറ്റുള്ളൂ, പേടിക്കണ്ട. ഒരു മേശയും കസേരയും തന്നാ ഞാൻ അവിടെ ഇരുന്നോളാം. അയ്യോ, ഒരു മേശയും കസേരയോ? 2 മേശയും കസേരയോ? ഞാനും ഇരിക്കാം. വന്നിട്ട് അധികം നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. അയ്യോ, ഞാൻ വരുന്ന എന്നും വന്നോണ്ടിരിക്കുന്ന ബസ് തെറ്റിപ്പോയേ. അങ്ങനെ ഞാൻ പക്ഷെ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും എല്ലാം നോക്കിയായിരുന്നു. സാറ് വരാഞ്ഞപ്പോ ഞാൻ കരുതി ഇന്ന് ലീവ് ആയിരിക്കുമെന്ന്. അയ്യോ, പൊന്നമ്മ സാറിന്റെ അടുത്ത് പറഞ്ഞാ ഞാൻ എന്തായാലും ലീവ് എടുക്കുവോ? അത് വിളിക്കാനൊരുക്കായിരുന്നു. അല്ല, അത് പോട്ടെ, ഇതൊരു സർക്കാർ ഓഫീസല്ലേ, ഇതൊരു രജിസ്റ്റർ ഓഫീസല്ലേ? ഇവിടെ പ്യൂണെന്ന് പറഞ്ഞൊരുത്തനില്ലേ, അവരെന്താ ഇപ്പൊ ഇത്രയും നേരമായിട്ട് വരാത്തത്? എന്നും ഇങ്ങനെ തന്നെയല്ലേ, നമ്മൾ വന്നു കഴിഞ്ഞാലേ അവൻ വരുവുള്ളൂ. എന്തോ പിന്നൊരു കാര്യം, അവന് വരാതിരുന്നതും കാര്യമായി. അതെ അതെ, എന്തിനാ വെറുതെ സ്വർഗത്തിലൊരു കട്ടിറുമ്പ്. അതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫയൽ തപ്പി കളിച്ചൊക്കെ ഇരിക്കാൻ. അയ്യോ, ആ ഫയൽ അങ്ങനല്ല മറിക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയോ? അങ്ങനല്ല, അതായത് നമ്മളിങ്ങനെ തുപ്പൽ തൊട്ടിട്ട് ഇങ്ങനെ മറിക്കണം. അയ്യോ, ഇങ്ങനെ പിടി. അതെന്താണെന്നറിയാവോ? അതായത് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാലേ ഇതൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാ. അതിന് ഞാൻ സാറിന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. അയ്യോ, അമറം കോമഡിയാ പൊന്നമ്മ സാറ് പറയുന്നത് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്, എന്റെ വീട്ടിലൊരു താടകമുണ്ട്, അറിയാമല്ലോ. എന്റെ വീട്ടിലാണെങ്കിൽ ഒരു കാർഗോടകനും. എന്റെ ആഗ്രഹം എന്താ അറിയാവോ? താടകയും കാർക്കോടയും കൂടെ അങ്ങ് ഒന്നാക്കിക്കൊണ്ട് നമുക്കൊന്ന് ഒന്നാവാന്ന്. സത്യം. എനിക്ക് മുമ്പേ 2 സാധനങ്ങൾ വന്നു, ഇന്ന് എന്നെ ചീത്ത പറഞ്ഞു കൊല്ലും. ഇനി എങ്ങനെ ഒന്ന് രക്ഷപ്പെടും ഇതിനകത്ത്? കണ്ണിൽ നോക്കിയിരിക്കുക. ഇപ്പൊ സുനാമി വന്നാൽ പോലും വേർപ്പുതുള്ളിയായിട്ടേ അവർക്ക് തോന്നും. എനിക്കങ്ങ് വരാവോ? അതിനെന്താ, ഞങ്ങൾ എന്താ ഇവിടെ സിംഗരിക്കുവാണോ? ഇതൊരു രജിസ്റ്റർ ഓഫീസല്ലേ, ഇവിടെ സമയത്ത് വന്നാലെന്താ? ആദ്യം പറഞ്ഞ ഞങ്ങളല്ലേ? എന്റെ പൊന്ന് സാറേ, സാർ എന്നാ വർത്താനം സാറേ പറഞ്ഞേ? നിങ്ങളെക്കാളും, നിങ്ങൾ 2 പേരെക്കാളും മുമ്പ് വന്ന ആളാ ഞാൻ. ഇയാൾ എവിടെ പോയിരുന്നു? കുറെ എന്റെ മേലുദ്യോഗസ്ഥന്മാർക്ക് 2 ചായ കൊടുക്കാലോ എന്ന് എന്റെ മനസ്സിൽ വന്ന് തെറ്റായി പോയോ എങ്കിൽ എന്നെ തല്ലിക്കോ. എന്നാ 2 ചായ എടുക്ക. ചായ എടുക്കാൻ പറ്റില്ല. ഞാൻ ചായ മേടിക്കാൻ അവിടെ ചെന്നിട്ട് ചേട്ടാ ഒരു 3 ചായ എന്ന് പറയാൻ നേരത്തെ ഞാനൊന്ന് തോന്നിപ്പോയി. ആർക്കിവിടെ വിത്തൗട്ട് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്ക് വിത്ത.
നിങ്ങൾ വിളഞ്ഞ വിത്താന്ന് എനിക്കറിയാം. അതെ, മറ്റേ വിത്തല്ലേ? ഞാൻ വിത്തൗട്ട് പോവാ. സാറ് വിത്തൗട്ടാന്ന് ആർക്കും അറിയാൻ പാടാത്ത നാട്ടില്. അല്ല, സാറിന് പ്രഷർ ഉണ്ട്, അല്ല ഷുഗർ ഉണ്ട്, പഞ്ചാര വേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ. അപ്പൊ ഞാൻ എന്നാ പോയി ചായ മേടിച്ചോണ്ടിരിക്കും. ചായ മേടിക്കാൻ പോകാൻ വരട്ടെ. വേണ്ട സാർ വിടുന്നു, ഞാൻ പോയി. അല്ല, ഞാനും കൂടെ അങ്ങ് വന്നേക്കാം ചായ മേടിക്കാൻ. ഇവിടുത്തെ ക്ലർക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇയാൾ ഇവിടുത്തെ ആരാ? ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിലെ പ്യൂൺ. ഓഫീസിലെ പ്യൂൺ ആണല്ലോ. ഈ ഒരു പ്യൂണിന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ വേറെ പ്യൂൺ കയറി പ്യൂണിന്റെ കസര ഇരിക്കും. ഈ പ്യൂൺ അറിയില്ല. പ്യൂണ് സാറേ ഒരു വർത്താനം എപ്പോഴും പറയട്ടോ. കാര്യം ഞാൻ പ്യൂണ, സാർ എന്റെ മേലുദ്യോഗസ്ഥനാ. ഈ മാട നിൽക്കുമ്പോഴും ഇവിടെ എല്ലാവരും വരുമ്പോഴും പ്യൂണെ 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 നമ്മൾ എപ്പോഴും കളിയാക്കരുത്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുന്ന് എന്തോ പറയുന്നു. ഇവിടുത്തെ ഫയൽ നീക്കണ്ട ഇയാളല്ലയോ? ഇവിടുത്തെ ഫയൽ നീക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഫയൽ നീക്കുവോ? എന്റെ പൊന്ന് സാറേ, സാറിന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കണം ഈ ഫയൽ ഇങ്ങനെ ഒന്ന് നീക്കണമെങ്കിൽ അതിനിപ്പോ എന്റെ കൈ വേണോ? അയ്യോ, ഫയൽ നീക്കേണ്ട ജോലി ഇയാൾക്കുള്ളതാ. ഇയാൾ സിനിമയ്ക്കല്ലേ കണ്ടിട്ടില്ലയോ? അതായത് പ്യൂൺ ഇങ്ങനെ വന്ന് ഫയൽ തുറന്ന് വെച്ചിട്ട് ഒപ്പിടൂ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫയലെ പോലും തുറന്നാണ്ട് ഇങ്ങനെ ഒപ്പിടുന്നത്. അതാണല്ലേ? ഫയലിന്റെ കാര്യത്തിൽ ഇയാൾക്ക് ഉത്തരവാദിത്തം എന്നുള്ള തെളിവാ. ഇവിടെ ഇരിക്കേണ്ട ഫയൽ അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കേണ്ട ഫയൽ ഇവിടെ ഇരിക്കുന്നു. ഞാനവിടെ എന്റെ പുറത്തിന്റെ തല്ലാൻ പോവായിരിക്കും. വെട്ടി മാറി നന്നായി. സാറേ, ഇവിടെ ഇരിക്കേണ്ട ഫയൽ അവിടെ ഇരിക്കേണ്ട ഫയൽ ഇവിടെയല്ല. ഇവിടെ ഇരിക്കേണ്ട സാർ അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കേണ്ട സാർ ഇവിടെ ഇരിക്കുന്നു. സാറുമാരാണ് മാറിപ്പോയത്, അതിൽ ഫയലുകൾ തമ്മിലല്ല. സാറേ, ഫയലുകളെ കുറ്റം പറയരുത്. പാരമ്പര്യമായിട്ട് നിങ്ങൾ ഫയലുകളുമായിട്ട് ആത്മബന്ധമുള്ള ആളുകളാണ്. അത് പാരമ്പര്യമായിട്ട് ഫയൽ ബന്ധമുള്ളത്. എന്റെ മുത്തച്ഛൻ ഒരു ഫയൽമാൻ ആയിരുന്നു. കോമഡി അടിക്കല്ലേ? ഈ ഫയൽ എന്താ ഞാൻ കൈമാറണോ? അതെന്നാ വർത്താനം പറഞ്ഞേ? 10 മണി മുതൽ 5 മണി വരെ കണ്ണും ഹൃദയമൊക്കെ കൈമാറെങ്കിൽ ഈ ഇരിക്കുന്ന ഫയൽ അങ്ങ് കൈമാറിക്കാൻ ഞാൻ നിങ്ങളുടെ കൈ കിടക്കണേ റോൾ ബോർഡിന്റെ വള ഊരി ഓട്ടോറിക്ഷ പോണ പോകുമ്പോ തള്ളേ പ്യൂണിന്റെ സ്ഥാനത്ത് നിൽക്കണം. വേറെ പ്യൂണായ താൻ എവിടെ കിടക്കുന്നു, യൂണിഫി ആയ ഞാൻ എവിടെ കിടക്കുന്നു? ആ ശരി, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് ആഗ്രഹിക്കാറ്. മാഡ എവിടെ കിടക്കണേ? എല്ലാവർക്കും തർക്കുത്തരം പറയാൻ വേണ്ടി ഇരിക്കുവാണോ? പോട്ടെ, ഫയലിന്റെ കാര്യം പോട്ടെ. ഇതൊരു സർക്കാർ കാര്യാലയമാണല്ലോ. ഈ സർക്കാർ കാര്യാലയത്തില് സീൽ ഒരാഴ്ചയായിട്ട് പോയി കിടക്കുക. ഇയാൾ അതിന് പകരം പുതിയൊരു സീൽ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായിട്ടും? അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം സാറേ. എന്റെ അടുത്താണ് ഇത് മനസ്സിലാണ്. ഇത് കണ്ടോ, തികച്ചും യാദൃശികമായിട്ടുള്ള ഒരു വഴുതനങ്ങ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിറന്നാൾ കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിക്കാൻ പറ്റിയില്ല. ഇതാണോ സീല്? ഈ സീലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ സീലായിട്ട് തോന്നുവോ? ഇത് കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാവുമോ? എന്റെ പൊന്ന് സാറേ, അതിനകത്ത് നോക്കിയിട്ട് ഇതിന്റെ കുരുവെങ്കിലും തെളിഞ്ഞു കാണുന്നുണ്ട്. നമ്മുടെ പഴയ സീലെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിഞ്ഞു കാണുമോ? ചുമ്മാതെ തർക്കത്തരം കളിയാക്കലും കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനൊക്കെ കാണിച്ചാണ്ടല്ലോ. ഇതാണ് തൊപ്പി. ഞാൻ തെറിപ്പിക്കും. തൊപ്പി തെറിപ്പിച്ചു, എന്നാലും തുപ്പലം തെറിപ്പിക്കലേ. കോമള വന്ന് കവളത്തിരിക്കുന്നു. ഓ, കൈയടിച്ച് വിളിച്ചു വരുത്താൻ ഞങ്ങളെന്നടാ ബലിക്കാക്കകളാണോ? ഇങ്ങോട്ട് വാടാ. എന്നാ സംഭവന? രജിസാറിനെ ഒന്ന് കാണണം. രജിസാർ? അങ്ങനെ ഒരു സാറില്ലല്ലോ ഇവിടെ. അല്ല, അപ്പൊ പുറത്തെഴുതി വെച്ചേക്കുന്നു രജിസാറിന്റെ ഓഫീസ്. ഓ, രജിസ്ട്രാറുടെ കാര്യാലയം എന്ന് ചുരുക്കി എഴുതിയതാടാ പൊട്ട. അതായിരുന്നു കാര്യം. അതാണ്. എന്താ? ഞാൻ ഈ പഞ്ചായത്തിലെ താമസക്കാരനാണെന്നൊരു അപേക്ഷ വേണം. കാര്യം എന്താണെന്നറിയോ? എനിക്ക് പാസ്പോർട്ട് എടുക്കണം, പ്ലെയിനിൽ കയറണം, ഗൾഫിൽ പോകണം. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? പാസ്പോർട്ട് എടുക്കാൻ നീ ഇവിടെ താമസിക്കുന്ന സ്ഥിര താമസക്കാരനാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ആണല്ലേ? അതിനൊരു അപേക്ഷ തന്നെ. അപേക്ഷ തന്നാ കിട്ടുമല്ലോ? അപേക്ഷ തന്നെ കിട്ടും. തരാം. പക്ഷെ എനിക്ക് പ്ലെയിനിൽ കയറണം, ഗൾഫിൽ പോകണം, പാസ്പോർട്ട് എടുക്കണം. അപേക്ഷ തരാൻ പറഞ്ഞോളാം. അപേക്ഷ തരാൻ. പേടിപ്പിച്ചു, പയ്യൻ പേടിച്ചു. ബഹുമാനപ്പെട്ട സബ് റജി അറിയുന്നതിന് കൊള്ളാട്ടോ. സുഖം തന്നെയല്ലേ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അത് എഴുതിയപ്പോ കിട്ടിയ ടോണാ അത്. വേറെ ചിരി ഉണ്ടായിരുന്നു, ശ്വാസം തീർന്നു പോയി. എനിക്ക് പ്ലെയിനിൽ കയറി വിദേശത്ത് പോയി പഠിച്ച് മിടുക്കനായി തിരിച്ചു വരുവാൻ ഞാൻ ഈ പഞ്ചായത്തിൽ താമസക്കാരനാണെന്ന് തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് തരണമെന്ന് അപേക്ഷിക്കുന്നു. അനുകരിക്കണം. അല്ല, അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണമെന്നാണോ? അതെ. ആണ്. നിനക്ക് എവിടെ പോകണമെന്ന്? എനിക്ക് ഗൾഫില് ഫ്ലൈറ്റിൽ കയറണം. ഫ്ലൈറ്റില് കയറണം. നിനക്ക് ഗൾഫില് ഫ്ലൈറ്റിൽ കയറിയിട്ട് അതെ എവിടെ പോണ്ടേ? എനിക്ക് ദുബായില്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? പഠിച്ചു മിടുക്കനാക്കി കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കല്യാണമൊക്കെ കഴിക്കണം. ആണല്ലേ? എന്നാ നിന്റെ പേരെന്നാ? എന്റെ പേര് ബ്രിട്ടോ. ബ്രിട്ടോ? ആ. നീ ഫ്ലൈറ്റിൽ കയറി ബ്രിട്ടോ? എന്താ പണിയാ സാറേ? ഒരാൾ ഒരു അപേക്ഷയായിട്ട് ഓഫീസിലോട്ട് കയറി വരുമ്പോ ഇത്ര മര്യാദയോട് കാണിക്കും. കാര്യം എന്താണെന്നറിയോ? നമ്മള് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയണം. അല്ലാതെ ഇതുപോലുള്ള പരിപാടി കാണിക്കരുത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ മേളിലുള്ള ആളെ വിട്ട് ഞാൻ സാധിപ്പിക്കും.
എനിക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അവരുടെ അടുത്ത് ഞാൻ ക്ലിയർ ചെയ്യും. സാറിന് പറ്റത്തില്ലെന്ന് പറയാം. അതാണ് അങ്ങനെ മര്യാദ വേണം. സാറ് ശരിയാക്കി തരുമോ? പുള്ളിക്കാരത്തെ നേർച്ച പെട്ടിക്കകത്ത് കിട്ടും. ഞാനേ വസ്തുവിന്റെ കാര്യം തിരക്കി ഇവിടെ വന്ന് ആ വസ്തു കണ്ടില്ല, അത് പോട്ടെ, പോയി. ആധാരം ഇവിടെ കൊണ്ടുവന്നപ്പം അതും ഇല്ല, അത് പോയി, പോട്ടെ പോട്ടെ. പക്ഷേ ഞാൻ പാസ്പോർട്ട് എടുക്കാൻ ഒരു അപേക്ഷ കൊണ്ടുവന്നു, അത് ഒഴുത്തി വെച്ചു. ഞാൻ ആ കേസ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് അവിടുന്ന് ഞാനിത് തിരിച്ചെടുത്തു. ഞാൻ കേസ് കൊടുക്കും. അല്ല ഇത് താനിതൊരു ചായ മേടിച്ചില്ലേ? ചായ മേടിച്ചുകൊണ്ടാ എന്നെ പഠിപ്പിക്കണം. ഞാൻ വർഷങ്ങളായി ചായ മേടിച്ചുകൊണ്ട് ആ സൈസ് വർത്തനം എന്നോട് പറഞ്ഞല്ലോ. മേലിൽ ഞാൻ ചായ മേടിച്ചുകൊണ്ട് വരില്ല. ഏറ്റവും സോറി സാറേ, ഞാൻ അവനാന്ന് ഓർത്തെങ്കിൽ പോയി ഞാൻ കണ്ടിന്യൂറ്റി പിടിച്ചു പോയതാ. സോറി, ഞാനിപ്പോ ചായ മേടിച്ചിട്ട് സോറി കേട്ടോ. അപ്പം ഇവിടെ വിത്തൗട്ട് 2 വിത്തും വിത്തൗട്ടും കൂടെ കൂടി ഞാൻ ഇവിടെ തിരിച്ചു വരുമ്പോൾ വിത്ത് മുളപ്പിക്കരുതേ. വേണ്ടത് കുഴപ്പമില്ല. നീ പേടിയാവണ ചേട്ടാ. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ രജിസ്റ്റർ ഓഫീസിലല്ലേ വന്നിരിക്കുന്നത്. എന്ത് നടക്കാൻ? ഇനി നമ്മളവിടെ കാര്യം പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് മുങ്ങുന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ നിന്നെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് നിന്നെ എന്റെ കൂടുതൽ പൊറപ്പിക്കാൻ വേണ്ടി തന്നെയാ. ഒരു മിനിറ്റ് നീ ഇത് പിടിച്ചേ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ കേട്ടോ. മേഡം, എനിക്കൊന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നേ. 2 പിള്ളേരുള്ള എന്നെയോ? ആരോടാ പറഞ്ഞത്? അതെ സാറേ, സാർ അതെ എന്നാന്ന് വെച്ചാൽ ഒപ്പ് കെട്ടിക്കാറാ. സാർ ഞാൻ പറയുന്നത് കേക്ക്. കാര്യം എന്നാന്ന് വെച്ചാല് ഈ പുള്ളിക്കാരി നല്ല കാശുള്ള വീട്ടിലെ പെണ്ണാണേ. അപ്പൊ ജീവിക്കാൻ വേണ്ടിട്ട് എന്റെ കൂടുതൽ ഇറങ്ങി വന്നത്. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്ന് നടത്തി. കൊച്ചിനെന്തെങ്കിലും അസുഖമുണ്ടോ? സാറെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എവന്റെ കൂടെ ഇറങ്ങി തിരിച്ചോണ്ട് ചോദിച്ചാ. ഇവിടെ കല്യാണത്തിനൊക്കെ ഒരുപാട് ചിട്ടവട്ടം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തോ ചിട്ടവട്ടവും കാര്യങ്ങളും? കല്യാണം ഒക്കെ കഴിക്കുന്നെന്ന് പറഞ്ഞാൽ 4 ആൾ അറിഞ്ഞിട്ട് വേണം കഴിക്കാൻ. 4 ആൾ അറിഞ്ഞാണല്ലോ ഞാൻ വിളിച്ചോണ്ട് വന്നത്. ആര്? ഞാനും ഇവളും എന്റെ 2 കൂട്ടുകാരും. ഇനി 5ാമതൊരാൾ അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമല്ലോ. മാറിക്കണം, ഞാൻ മാറിക്കാണ്ട് ഒരുപാട് ജോലിയുണ്ട്. എന്തുവാടോ ഡാൻസ് കളിക്കുന്നത്? വേഗം ചായ എടുക്കണോ? സാറിന് വിത്തൗട്ടല്ലേ? വിത്തൗട്ട് റെഡി, വിത്ത് റെഡി. ഇതിന്റെ അടി കിടക്കണ പാലുമ്പളം ഞാനും എടുക്കൂട്ടോ. എന്നോടൊന്നും ചോദിക്കും പറയരുത്. എടോ, ഇതെല്ലാം കൂടെ എന്തിനാ ഈ ഒരു ഫ്ലാസ്കിനകത്ത് ഒഴിച്ചോണ്ട് വന്നേക്കുന്നത്? സാറേ, ഇത് ഒരു ഫ്ലാസ്ക് ഉള്ളൂ. 16 ചായയൊക്കെ മേടിച്ചുകൊണ്ടാൻ പറയാൻ നടക്കുമോ? ഞാൻ മജീഷ്യൻ മുതുകാടൊന്നുമല്ല. തന്നെയല്ല, ഇത് ഫ്ലാസ്കാ, അല്ലാതെ പുട്ടുകുറ്റിയല്ല. ഇവിടെ താഴെ മേളിലും ഇവിടെ 3 കഷ്ണം പാലുമ്പളം ചായ കാട്ടും മാത്രം മേടിച്ചോണ്ട്. സാറേ, കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ. സാർ ഞങ്ങളൊന്ന് രക്ഷിക്കണം. ഡിങ്കൻ, ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പുറളി. ഞാൻ ഡിങ്കലാണ് നിന്നെ ഷഡ് ഇട്ടുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ. സാറേ, അതല്ല പറഞ്ഞത്. സാറേ, ഞങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവിടെ ഒളിച്ചോടിങ്ങി പോകുന്നതാ. എങ്ങനെയെങ്കിലും സാറ് ഞങ്ങളുടെ ഈ കല്യാണം നല്ല രീതിയിൽ ഒന്ന് നടത്തി തരണം പ്ലീസ്. എടാ, എന്റെ പെങ്കൊച്ചനെ ഞാൻ ഓട്ടോക്കാരൻ്റെ കൂടെ പറഞ്ഞു വിട്ടേച്ച് ഞാൻ വാതിലിന്റെ ഇടയ്ക്കേക്കൂടെ ഒളിഞ്ഞു നോക്കിയവനായി ഞാൻ. അങ്ങനെയുള്ള ഞാൻ നിന്റെയൊക്കെ കല്യാണം നടത്തി തരാൻ എന്റെ കയ്യിൽ എന്നോട് ചുണങ്ങാണോ? സാർ പ്ലീസ്, ഞാൻ എങ്ങനെ എന്തെങ്കിലും ഒരു കല്യാണം പ്ലീസ് ഒന്ന്. കേട്ടാ വന്നമ്മ സാറേ, നമ്മൾ പകലന്തിയോടെ ഇവിടെ കിടന്നിട്ട് ചോര നീരാക്കി എടുക്കുന്ന പണി കൊണ്ട് അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് പെമ്പിള്ളാരെ വളർത്തും അല്ലേ? പകലന്തിയോളം കണ്ണി നോക്കി എന്നാ എങ്ങനെ ചോരയൊക്കെ നീരാവണം. എനിക്കറിയാൻ പാടാട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ വളർത്തുന്ന പെമ്പിള്ളാര് ഏതെങ്കിലും പട്ടികൾ വന്നങ്ങ് അടിച്ചോണ്ടങ്ങ് പോകും. എന്നെയാണോ? അല്ല, മോനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ സാറേ, എന്തെങ്കിലും രീതി വെച്ചിട്ട് എന്നെ ഞങ്ങളൊന്ന് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിട്. ഇത് രജിസ്റ്റർ ഓഫീസ് അല്ലേ? എത്ര നേരം നിങ്ങളോടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് പ്ലീസ്. അതെ, ചുമ്മാ നീ ഒന്ന് അടഞ്ഞ ശബ്ദത്തിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്തോ ചിട്ടവട്ടമോ ഉള്ളത്? അത് ചെറിയ കൈമുടക്കൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുള്ളൂ. ഇവിടെ അകപ്പാടാണ്. അമ്മക്ക് ഇതൊക്കെയല്ലേ അകപ്പാട് ഒരു വരുമാനമുള്ളത്. ഈ കൈ ഇങ്ങനെ മടക്കി കാണിച്ചാൽ ഞങ്ങളുടെ കല്യാണം നടത്തി തരുമെന്നാണോ പറയുന്നത്? കൈ ഇങ്ങനെ മടക്കി കാണിച്ചാൽ ഈ കൈ മടക്കി ഇങ്ങനെ കാണിച്ചു തരും. അതല്ല, ഈ കൈ ഇങ്ങനെ മടക്കിയച്ചേ ഇങ്ങനെ കാണിച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഓടിച്ചിട്ട് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് 1000 രൂപ എടുത്ത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നടത്തി തരാൻ പറ്റും. സാറേ, അതെന്നറിയോ? എൻ്റെ 1000 ആണ്. 500 രൂപ എടുത്തിട്ട് 500 രൂപ തിരിച്ച് തരാമോ? പിന്നല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പ്രാന്തനല്ലേ? വീണ്ടും പറഞ്ഞു കേൾക്കാം. ഇവിടെ മെയിൻ ആള് വരണം. ആ മെയിൻ ആള് വന്നെങ്കിലാണ് ഇവിടെ കല്യാണം നടക്കുള്ളൂ. രജിസ്ട്രാർ വരണ്ടേ? ചോദിക്കട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചിങ്ങ് വന്നേക്കുവാന്നോ? പിന്നല്ലാതെ ഞാൻ എന്തുവാടോ പേര്? എന്റെ പേര് ചിമ്പു. കൊച്ചിന്റെ ആൻസി.
അപ്പൊ കല്യാണം കഴിഞ്ഞ ഈ പെങ്കൊച്ചനെ ചിമ്പാൻസി എന്ന് വിളിക്കേണ്ടി വരും. റവന്യൂ സ്റ്റാമ്പ് മേടിച്ചോണ്ട് നടന്നു വീട്ടിൽ നിന്ന്. റവന്യൂ സ്റ്റാമ്പ് ഇതിന്റെ ധൃതിക്ക് വന്നപ്പോ എടുത്തില്ല. ഒരു കാര്യം താഴെ ചെന്ന് മേടിച്ചോണ്ടെങ്കിൽ വന്നാൽ മതി. മേടിച്ചോണ്ട് വന്നാൽ മതി. എടി നീ വന്നേ, ഇങ്ങോട്ട് വാ എളുപ്പം. എടി താഴെ ചെന്നിട്ട് റവന്യൂ സ്റ്റാമ്പ് മേടിച്ചോണ്ട് ഓടി വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒപ്പിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാവുന്ന എളുപ്പം. ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ, എനിക്ക് പേടിയാ ചേട്ടാ. അയ്യോ നീ എന്നെ കാട്ടിലോട്ടൊന്നും അല്ലല്ലോ, ഇവിടുത്തെ താഴത്തെ കടയിലേക്കല്ലേ. നീ നേരെ അവിടെ ചെന്നിട്ട് ഒരു സ്റ്റാമ്പ് മേടിച്ചോണ്ട് തിരിച്ചു വരുവാ. അന്നേരം ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വെക്കാം. നേരെ വിട്ടോ, പെട്ടെന്ന് വിട്ടോ. ഓക്കെ, വിട്ടോ പെട്ടെന്ന് വിട്ടോ. അതിങ്ങി വന്നേ, സാറിങ് വന്നേ. ഒരു കാര്യം, അവിടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിങ്ങി വരും. അത് ഈ പറയുന്ന സാറ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കറക്റ്റായിട്ട് നടക്കുമല്ലോ. എന്റെ പൊന്നു തന്നെ നീന്താ നിങ്ങളുടെ ഭാഗ്യ. ആണോ? കാരണം പുതിയതായിട്ട് സബ് രജിസ്ട്രാർ ഇവിടെ ജോയിൻ ചെയ്യാണ്. പുള്ളിയുടെ മുന്നിലല്ലോ പുള്ളിയായിട്ട് വരുന്നു, ഞങ്ങളുടെ കല്യാണം നടക്കുന്നു. ഭയങ്കര സംഭവം തന്നെ. ഈ പുള്ളി എവിടെ പുള്ളി ഈ പുള്ളി നേരത്തെ ഈ സാറ് വെള്ളത്തൂവലായിരുന്നേ. എവിടെ? വെള്ളത്തൂവൽ. പുള്ളി പേരണ പിണ്ടിമന ശശി. ശശി അല്ല, ഈ പുള്ളി മാവേലിക്കരയെല്ലാം കണ്ടിരുന്നല്ലേ? മാവേലിക്കര എന്നിട്ടുണ്ട്. ഒരു വെളുത്ത് അല്ല, ഒരു പൊക്കം ഇത്തിരി ഇങ്ങനെ കൊടുന്നിട്ട് ഒരു കപ്പലണ്ടി ഇങ്ങനെ ഉണങ്ങി നിന്നിട്ട് വയറൊക്കെ തള്ളിയിട്ട് പീനയൊക്കെ ചാരി വെച്ച വേറെ സംഭവം ഉണ്ട്. പുള്ളി ഭയങ്കര ചൂടനാന്ന് പറഞ്ഞ് എനിക്കറിയാൻ അവളെ സ്വന്തമായിട്ട് ചൂട് പിടിച്ച് പുള്ളി നിന്ന് കത്തുവന്ന എന്റെ പേടി. ദൈവമേ, ഈ പറഞ്ഞ മനുഷ്യൻ ആരാണെന്ന് അറിയാവോ? ആരാ? എന്റെ മാമനാണ്. അമ്മാവനോ? അതെന്ന്. അയ്യോ, അപ്പൊ എന്നെയും എന്റെ ദൈവമേ, പുള്ളി ഇങ്ങോട്ട് വന്നു ഈ കല്യാണം പുള്ളി എന്നെ കൊണ്ട് നടത്തിക്കുവോ? നടത്തിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യും? ഒരു കാര്യം ചെയ്യ, നീ ഓടിക്കും. നിന്റെ ബാക്കിൽ ആവശ്യത്തിന് ഷോയ്ക്ക് വെച്ചാൽ മുടി വടി പോലെ നിൽക്കട്ടെ. വിട്ടോ. ആരോ മലയോ കണ്ടല്ലോ. അതെ, സാറ് വരും. സാറേ, അമ്മേ മാറിപ്പോയില്ലോ. രണ്ട് ബൊക്ക ഉണ്ട്, അത് രണ്ട് കയ്യിലങ്ങ് പിടിച്ചോ. എന്നിട്ട് ഷാപ്പിൽ കള്ളളക്കണ ആളുടെ കൂട്ട് സാറങ്ങ് നിൽക്കുക. എന്നാ ഭംഗിയാന്ന് പറയാം. പ്രിയമുള്ളവരെ, എന്നെ ഇവിടെ ഇത്രയും വലിയൊരു സ്വീകരണം തന്ന രമേശേ, നീ എന്താണ് ഇവിടെ? രമേശ് ഒറ്റ അടി വെച്ചെന്നോ? മോഹം മാറ്റടാ. അത് ഇവനിവിടെ വന്നതേ മറ്റേ ഇവനൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതി മേടിക്കാൻ വന്ന. അതുമായിട്ട് ഞാൻ ഭയങ്കര സ്നേഹത്തിലായിരുന്നേ. പ്രോപ്പർട്ടി ആയിട്ട് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആദ്യമായിട്ട് നമ്മൾ എന്തൊരു സാധനം മേടിക്കുമ്പോൾ അതിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവൂലേ? ആ സ്നേഹത്തിന്റെ കാര്യം ഇവൻ പറഞ്ഞ ഇല്ലടാ പ്രോപ്പർട്ടി. ഏതാ ഈ പ്രോപ്പർട്ടി? അത് അമ്മാവൻ അറിയത്തില്ലെന്ന്. കാര്യം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി, അത് അമ്മാവൻ അറിയത്തില്ല. അങ്ങനെ വരാൻ പറ്റില്ല, ഞാൻ അറിയാത്ത പ്രോപ്പർട്ടി ഒന്നും ഇല്ലല്ലോ. അതെന്നറിയാവോ, ഈ അമ്മാവന് ഈ പ്രോപ്പർട്ടി കുഞ്ഞിലെ കണ്ടതാ. അതിപ്പോ വളർന്ന് പന്തളിച്ച് നല്ല കീഴിലാണ് സുന്ദരിയായ സുന്ദരി എന്ന് പറഞ്ഞു അമ്മയുടെ കുഗ്രാമാണുള്ളത്. അപ്പൊ അവിടെ ഇങ്ങനെ കാടും പടലം പിടിച്ച് കിടന്നു. ഇപ്പൊ അത് വെട്ടി തെളിച്ച് ഭംഗിയാക്കിയെന്ന് അവന് ഉദ്ദേശിച്ച അല്ലടാ പ്രോപ്പർട്ടി. അത്രേ ഉള്ളൂ. അതും കുഴപ്പമില്ല. ഈ പ്രോപ്പർട്ടി എവിടാ ഉള്ളത്? അത് ഞാൻ ആദ്യമായിട്ട് ഈ പ്രോപ്പർട്ടി കാണുന്നത് നമ്മുടെ കോളേജിന്റെ മുക്കിന്റെ അവിടെ വെച്ചാണ്. ഒരു സാധനം കോളേജിൽ നിന്ന് ഉദ്ദേശിച്ച കോളേജിന്റെ അപ്പുറമുള്ള കുളത്തിന്റെ അപ്പുറമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇപ്പോഴും അവിടെ തന്നെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? ഇവന്റെ കിട്ടിക്കഴിഞ്ഞാൽ അത് മുതലാകുമോ? മുതലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മുതലാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി അത്. പക്ഷെ ഇവനെ കൊണ്ട് അത് കഴിയുമോന്ന് എനിക്കറിയില്ല. പക്ഷെ സംഗതി ഉഗ്രം പീസ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ ആ പെണ്ണിനെ കെട്ടണമെന്ന്, അവൻ ആ പെണ്ണ് സ്റ്റാമ്പ് മേടിക്കാൻ പോയേക്കുക, ഇപ്പൊ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു നിൽക്കുക. ഏത് വേണു? നീ എന്നെ കുറിച്ച് ആലോചിച്ചോടാ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചോടാ, നമ്മുടെ അമ്മയെ കുറിച്ച് ആലോചിച്ചോടാ. സാറിന് ചക്കപ്പഴം പഴുത്തെന്ന് നോക്കുവാണോ? ഇവൻ ഏതാ ഈ വേട്ട ഒറ്റ കാലിലൊരു മടക്കോ? ഇതാണ് സാറിന്റെ കാലിന്റെ മടക്ക്. ഞാൻ എന്താ കല്യാണം കഴിക്കാത്ത നിനക്കറിയോടാ? അറിയത്തില്ല. പെണ്ണ് കിട്ടാ ഞാൻ തല്ലിക്കൊല്ലും. ഞാൻ എന്താ കല്യാണം കഴിക്കാത്തത്? ഇല്ല, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം മാത്രം, അതുകൊണ്ട് മാത്രം അത് നീ മനസ്സിലാക്കണം. അവനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കാം. സഹിക്കാൻ പറ്റുമോ? കിട്ടിയോ? സംഭവം നീ ഒന്നുകൊണ്ട് പേടിക്കണം. നമ്മുടെ ഇവിടുത്തെ കല്യാണം ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. ഇവിടെ വന്നിരിക്കുന്ന രജിസ്റ്റർ ആരാന്നറിയാമോ? എന്റെ അമ്മാവനാന്ന്. ആണെന്ന്. നിൽക്കുന്ന മാമൻ. മാമച്ചനല്ലടി, മാമൻ. ചേട്ടൻ ഇത് മാമനായിരിക്കും.
പക്ഷെ ഇതെന്റെ സ്വന്തം അച്ഛനാ. അച്ഛനോ? അച്ഛാ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പറ്റിപ്പോയി, നാട്ടിക്കരുത്. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? അല്ല, പുള്ളി ഒരു രജിസ്ട്രാർ ആണല്ലോ. പുള്ളി ആളില്ലാത്ത ഒരു പ്രോപ്പർട്ടി എഴുതി ഇങ്ങ് മേടിച്ചു. അതിന്റെ കരം തീർത്ത രസീതാണ് ഈ നിൽക്കുന്നത്. Yeah.